യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് ആഴമായ ഒരു ദൈവാനുഭവം, ദൈവസ്നേഹ അനുഭവം ഇന്ന് പകരണമേ. യേശുവേ ഇന്ന് ഈ എപ്പിസോഡ് കാണുന്നവർ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, കർത്താവ് ചെയ്ത അത്ഭുത സൗഖ്യങ്ങൾ കാണുന്നവർ, അവരെയൊക്കെ അങ്ങ് ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. യേശു അങ്ങ് എത്രയോ വലിയ കാരുണ്യവാനാണ്. അങ്ങയുടെ വലിയ കരുണയും അങ്ങയുടെ വലിയ ദയയും ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ലോകം മുഴുവൻ ഷാലോൺ ടെലിവിഷനിലൂടെ യേശു ആരിലും വലിയവനെന്ന ഈ വചന ശുശ്രൂഷയും സൗഖ്യപ്രാർത്ഥനയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷങ്ങളെ കർത്താവേ അങ്ങയുടെ ആത്മാവ് നിറച്ച് അനുഗ്രഹിച്ച് സൗഖ്യം നൽകി സന്തോഷം നൽകി ആത്മനിറവുറ്റവനാക്കി മാറ്റണമേ. സ്വർഗത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹത്തിനായി ദൈവജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ മഹത്വം, യേശുവെ ആരാധന. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് വലിയവനാവുക എന്നുള്ളതാണ്. വലിയവനായിത്തീരുക. അത് ഏതു രംഗത്തുള്ളവരാണെങ്കിലും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ആത്മീയ രംഗത്തുള്ളവർ അങ്ങനെ ആഗ്രഹിക്കുന്നു. ആത്മീയമായിട്ട് അഭിഷേകത്തിലൊക്കെ വളരണം, വലിയ വലിയ ഒരു ആത്മീയ വ്യക്തിയായിട്ട് മാറണമെന്നൊക്കെ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നവർ അവരാഗ്രഹിക്കുന്നത് ഉയർന്ന ജോലിയിലേക്ക് വരണം, ഉയർന്ന സ്ഥാനങ്ങൾ, പദവികൾ, അങ്ങനെ അവരാഗ്രഹിക്കുന്നു.
താണ ലെവലിൽ നിന്ന് അധ്വാനിച്ചും പഠിച്ചും ഉയരങ്ങളിലെത്തിയ അനേക വ്യക്തികളുണ്ട്. ഭൗതിക മേഖലയിലും ആത്മീയ മേഖലയിലും എവിടേക്ക് നോക്കിയാലും നമ്മൾ കാണുന്നത് വലിയവനാവുക, ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇത് മനുഷ്യനിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു വലിയൊരു പ്രവണത തന്നെയാണ്. വലിയവനായി തീരണം. ഇതൊരു തെറ്റല്ല. വലിയവനാവുക എന്നുള്ളതൊരു തെറ്റല്ല. അധ്വാനിച്ചു ജീവിതത്തിൽ വലിയവനായി തീരുക, അല്ലെ ഉയരങ്ങളിൽ എത്തിച്ചേരുക, ഇത് ഉറപ്പായിട്ടും നല്ല ചിന്തയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കുകയും വേണം. വിശുദ്ധ ബൈബിളിൽ ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 46, 47, 48 വചനങ്ങൾ. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടാകുക. തങ്ങളിൽ വലിയവൻ ആരാണ്? എവിടെ തർക്കമുണ്ടാകുന്നുവോ അവിടെ അസമാധാനമുണ്ടാകും, കലഹമുണ്ടാകും, വാഗ്വാദങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതൊരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒന്നിച്ചു ചേർന്നു ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പറഞ്ഞ് തർക്കം ആരംഭിച്ചാൽ ആ തർക്കം അത് വഴക്കിലാകാം, പിന്നെ കാര്യങ്ങൾ പിടിവിട്ടു പോകാം. എവിടെയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. തർക്കം എവിടെ ആരംഭിക്കുന്നുവോ തിരിച്ചറിയുക, അവിടെ പിശാച് പ്രവർത്തിച്ചു തുടങ്ങി. അതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിലാണെങ്കിലും, ഒരു കുടുംബത്തിലാണെങ്കിലും, ഒരു സമൂഹത്തിലാണെങ്കിലും, ഒരു പ്രസ്ഥാനത്തിലാണെങ്കിലും തർക്കം ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ പിശാചിന്റെ പ്രവർത്തനം ആരംഭിക്കുക. ഭിന്നത. ഈ തർക്കം സംഭവിക്കുന്നതിലൂടെ, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നതിലൂടെ ഒറ്റ മനസ്സായിരുന്നവർ അകന്നു പോകുകയാണ്. വലിയ സ്നേഹത്തിലായിരുന്ന ഹൃദയങ്ങൾ ഭിന്നതയിലാവുകയാണ്. വലിയ സ്നേഹത്തിൽ ജീവിച്ച എത്രയോ വ്യക്തികൾ, എത്രയോ സ്നേഹബന്ധങ്ങൾ തകർന്നുപോയി. സഹോദര ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തകർന്നുപോയി. തുടങ്ങിയ ഒരു തർക്കം അത് വലിയ ഒരു സംഭവമായിട്ട് മാറുകയാണ്. അവിടെ നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തർക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാം. എവിടെ തർക്കം ആരംഭിക്കുന്നുവോ അവിടെ ഒരു ചോദ്യം ഉയരുന്ന ഇതാണ്: ആരാണ് വലിയവൻ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം മറ്റാരും ഒന്നും ചെയ്യണ്ട. ഞാൻ എന്ന ചിന്ത വരുമ്പോൾ തന്നെ ഞാൻ എന്തോ ആണ്, വലിയവനാണ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇത് ആത്മീയ രംഗത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ വലിയവനാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ തിരിച്ചറിയുക, ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ്. ഞാൻ എന്തൊക്കെയോ ആത്മീയ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിൽ അഹങ്കാരം എവിടെയൊക്കെയോ ഉടലെടുത്തു കഴിഞ്ഞു, പിശാച് അതിൻ്റെ വിത്ത് ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടെ പ്രവർത്തിക്കുന്നവരെ അടിച്ചമർത്തി ഒന്നുമല്ലാതാക്കുന്ന ഒരു പ്രവണത ആരംഭിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക, അവിടെയെല്ലാം ഒരു ഞാൻ ഭാവം കടന്നു വരികയാണ്. ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിന് ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു നൽകുന്ന വലിയ ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. വിശ്വാസികളുടെ ഇടയിലെ തർക്കങ്ങൾ, സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾ, റീത്തുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒത്തിരിയേറെ സങ്കടകരമാണ്. തർക്കങ്ങളെല്ലാം വിട്ടുപോകട്ടെ.
ആ തർക്കത്തിൻ്റെ ഒരു അരൂപി, ഭിന്നതയുടെ ഒരു ആത്മാവ്, വാഗ്വാദത്തിൻ്റെ കലഹത്തിൻ്റെയും അരൂപി നമ്മുടെ സമൂഹത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന്, സഭകളിൽ നിന്ന് വിട്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. തർക്കം എവിടെ ആരംഭിക്കുന്നുവോ അവിടെ വിഭാഗ്യതയും ആരംഭിക്കുന്നു. തർക്കം ആരംഭിക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സുകൾക്ക് മുറിവേൽക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് ഹൃദയങ്ങളെ ഒന്നാക്കി മാറ്റുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന അപ്പസ്തോലന്മാരും സുവിശേഷ സമൂഹവും ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. ഈ ഏക മനസ്സിലേക്ക് അവരെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാരും സുവിശേഷ സമൂഹവും ഒന്നിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചുവെന്നാണ് വചനം പറയുന്നത്. ഏക മനസ്സോടെ അവരെ ഒന്നിപ്പിച്ചു ചേർത്തത് പരിശുദ്ധാത്മാവാണ്. ആ തർക്കങ്ങൾ എവിടെ ഉണ്ടാകുന്നുവോ അവിടെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രവർത്തനമില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് എല്ലാം നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇവിടെ അപ്പസ്തോലന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായി. അവർ തർക്കിച്ചു. അവരിൽ ആരാണ് വലിയവൻ എന്നുള്ളതായിരുന്നു തർക്കം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ലോകത്തിലാകമാനം മനുഷ്യന്റെ ലക്ഷ്യം ഇതാണ്: വലിയവനാകുക, വലിയവനാകുക എന്നുള്ളതാണ്. യേശു അതിന് തൻ്റെ ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ച് നിർത്തി ഇങ്ങനെ പറയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങൾ യേശു മനസ്സിലാക്കുകയാണ്. ഗുരുവും കർത്താവുമായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങൾ, അവരുടെ ചിന്തകൾ അത് മനസ്സിലാക്കിയിട്ട് അവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് യേശു ഒരു ശിശുവിനെ എടുത്തു തന്നെ മടിയിലിരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ഇവിടെ ഒരു ശിശുവിനെ യേശു എടുത്ത് മടിയിലിരുത്തി എന്നാ പറയുന്നത്. ഒരു ശിശുവിൻ്റെ പ്രത്യേകത എന്താ? ഏതാനും ശിശുക്കള്, കുട്ടികൾ ഒന്നിച്ചു ചേർന്നാൽ അവരുടെ മുൻപിലുള്ളത് കളിക്കുക, ബഹളം വെക്കുക, ഓടുക, ചാടുക, ഇതൊക്കെയാണ്. അവരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കം ഉണ്ടാകുന്നില്ല. ശിശുക്കളുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്ന് തർക്കമില്ല. എന്താ കാരണം? കാരണം അവരുടെ ഹൃദയങ്ങള് കാപട്യമില്ലാത്ത ഹൃദയങ്ങളാണ്, നിഷ്കളങ്ക ഹൃദയങ്ങളാണ്. അല്ല, യേശു ഒരു കുഞ്ഞിനെ തൻ്റെ മടിയിലേക്ക് ഇരുത്തിയിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിനെ പോലെ നീയാകണം. ഈ കുഞ്ഞിനെ പോലെ ഉള്ള ഒരു മനസ്സും ഒരു ഹൃദയത്തിൻ്റെയും ഉടമയായിട്ട് മാറണം. കാരണം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ ഇല്ല. ആരാണ് വലിയവൻ എന്നൊരു ചോദ്യമില്ല. അവരാ സ്നേഹത്തിന് തുള്ളിച്ചാടുന്ന കാഴ്ചയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മൾ ഒന്നിച്ച് കാണുന്നത്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, യേശു വലിയ ഒരു സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. വലിയവനായ ഒരു വ്യക്തി ചെറിയവനായിട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചെറിയവനായി എന്നതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വലിയവനായിട്ട് തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് മനസ്സിലാകും ആ വ്യക്തി വലിയവൻ എന്ന സ്ഥാനത്തു തന്നെയാണ് നിൽക്കുന്നത്. വലിയവനായ ഒരു വ്യക്തി, ഉന്നതനായ വ്യക്തി ആ സ്ഥാനം വിട്ടു താഴേക്ക് ഇറങ്ങി വരുന്നു, ചെറിയവന്റെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം തന്നെയായ യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് പിറക്കുകയാണ്. സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു, സ്വന്തമായിട്ടൊരു കല്ലറയിലായിരുന്നു, സ്വന്തമായിട്ടൊന്നുമില്ലാത്തവനായിട്ട് ലോകത്തിൻ്റെ രക്ഷകൻ കടന്നു വന്നു. ചെറിയവരിൽ ചെറിയവനായിട്ട്
ഈ ഭൂമിയിൽ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. വളരെ ചെറിയ നിലയിൽ ജീവിക്കുന്നവരെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരാക്കി ചേർക്കുന്നതും. വലിയ സ്ഥാനത്തായിരിക്കുന്ന ഒരു വ്യക്തി താഴേക്ക് ഇറങ്ങി, എത്രമാത്രം താഴേക്ക് ഇറങ്ങി വരുന്നുവോ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ആ വ്യക്തിയുടെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ചെറിയവൻ ആകണമെങ്കിൽ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ചെറിയവനാകുവാനായിട്ട് പറ്റൂ. അഹങ്കാരത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യന്, അഹംബോധത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യന്, ലോകത്തിൻ്റെ പ്രതാപവും പ്രശസ്തിയും ഒക്കെയുള്ള ഒരു മനുഷ്യന് താഴേക്ക് ഇറങ്ങി വരിക ഒരുപക്ഷെ ഏറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്താണ്? നമ്മളൊക്കെ അവിടുത്തെ മക്കൾ. എത്രയോ എത്രയോ വലിയവനായ ദൈവം മനുഷ്യനായി പിറന്നു, അത്രമാത്രം എളിമയുടെ തലത്തിലേക്ക് വന്നു. അവൻ ചെറിയവനാകുക അത് ദൈവം ആഗ്രഹിക്കുന്നു. ചെറിയവനാകുന്ന ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മൾ എല്ലാവരും വരണം. നിങ്ങളിൽ ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ വലിയവൻ. ചെറിയവൻ എന്ന് പറയുമ്പോൾ യേശു ഒരു കുഞ്ഞിനെ തന്നെ മടിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഉദാഹരണം കാണിക്കുന്നത്. അവൾ കാപട്യമില്ലാത്ത മനസ്സിൻ്റെ ഉടമസ്ഥ അവകാശം. മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ ഒരു കുഞ്ഞിന് മനസ്സില്ല. തൻ്റെ മാതാപിതാക്കളുടെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞാൽ, അടിച്ചാൽ ഒരുപക്ഷെ അപ്പോൾ കരഞ്ഞേക്കാം, അല്പസമയമൊക്കെ അവൻ മിണ്ടാതെയൊക്കെ ഇരുന്നേക്കാം. അല്ലേ, ആ കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കളോട് വളരെ പെട്ടെന്ന് സ്നേഹത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് എളിയവൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ചെറിയവനാണ് നിങ്ങളിൽ വലിയവൻ. വലിയവൻ താഴേക്ക് ഇറങ്ങി വരട്ടെ. വലിയവനെന്ന് ചിന്തിക്കുന്നവർ, വലിയവനെന്ന് ഭാവിക്കുന്നവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ മേൽ കർത്താവിൻ്റെ മഹത്വം പ്രകാശിക്കാനായിട്ട് പോകുകയാണ്. താഴേക്ക് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ പ്രകാശം നിന്റെ മേൽ ഉദിക്കാൻ പോകുകയാണ്. എളിയവരിലേക്ക് ആ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരാൻ പോകുന്നത്. അഹങ്കാരികളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ആവസിക്കത്തില്ല. വലിയവനാകുക എന്ന ലക്ഷ്യത്തെ നമുക്ക് വിടാം. വലിയ മനസ്സിൻ്റെ ഉടമകൾ, ക്രിസ്തുവിൻ്റെ മനസ്സോട് ചേരുന്നവർക്ക് മാത്രമേ ആഴമായ എളിമയുടെ വിനയത്തിൻ്റെ ആ തലത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റൂ. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. തർക്കങ്ങൾ നമ്മിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നും ഒക്കെ നമുക്ക് മാറ്റിക്കളയാം. ദൈവസ്ഥിതി പ്രാർത്ഥിക്കാം. വലിയവനെന്ന ഭാവം വിടാം. താഴേക്ക് ഇറങ്ങി വരാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ മുൻപിൽ ഞങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. യേശുവേ, ഒരു പുതിയ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് തരണം. വലിയവൻ എന്ന ഭാവം വിട്ട് എളിമയിലേക്ക്, എളിമയുടെ ഭാവത്തിലേക്ക് ഇറങ്ങി വരുവാനുള്ള ഒരു കൃപ ഇന്ന് തരണം. വലിയവൻ എളിമയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരാൻ പോകും. അഹങ്കാരത്തിൻ്റെയും ആത്മപ്രശംസയുടെയും തൻ്റെ തന്നെ മഹത്വം തേടുന്നവരുടെ മേൽ ഒരിക്കലും കർത്താവിൻ്റെ മഹത്വം ആവസിക്കുന്നില്ല. ആരൊക്കെ എളിമയിലേക്ക് വന്നുവോ അവരെയൊക്കെയാണ് കർത്താവ് ഉയർത്തിയിട്ടുള്ളത്. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. എൻ്റെ ഹൃദയത്തിലെ അഹങ്കാരം വിട്ടുമാറട്ടെ. ഞാനെന്ന ഭാവം വിട്ടുമാറട്ടെ. ആഴമായ എളിമ, ആഴമായ വിശുദ്ധി എനിക്ക് നൽകണമേ. ചെറിയവൻ ആകുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മാഭിഷേകത്തിലേക്ക് ദൈവാത്മാവെ എന്നെ നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം. ആമേൻ. ഇന്നലെ രാത്രിയിൽ ഒത്തിരി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു.
അപ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതകരമായ 2-3 സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. ഒന്ന്, ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് അസ്ഥി അപ്രത്യക്ഷമായ ആ കുട്ടി സ്ഥലം എവിടെയാ? നെടുങ്കണ്ടം. മോക്ക് എന്ത് പറ്റിയിരുന്നു? എടുത്ത് ഷോൾഡറിന്റെ മേളിലൊരു അസ്ഥി വളരുകയായിരുന്നു. അതെവിടെ തൊട്ട് കാണിച്ച് ഇവരൊക്കെ കാണണ്ടേ? ആ, മാതാപിതാക്കൾ കൂടെയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഭാഗത്തായിട്ട് ഒരു അസ്ഥി വളർന്നു വരികയായിരുന്നു. എൻ്റെ ആദ്യമുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? 2 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതിന് 3ാമത്തെ പ്രാവശ്യം വളർന്നു വന്നതാണ്. ഈ 2 പ്രാവശ്യം അസ്ഥികൾ വളർന്നു വന്ന് കട്ട് ചെയ്ത് കളഞ്ഞാണോ? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 കൊല്ലമായതേ ഉള്ളൂ. അന്നേരത്തെ 1 മാസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. വേദനയായിട്ട് ആശുപത്രി ചെന്നപ്പോഴത്തേക്കും അവർ MRI സ്കാൻ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും എന്തേരം എടുത്തു കളഞ്ഞു, അതിൻ്റെ ഇരട്ടിയായിട്ട് വളർന്നു. അസ്ഥി വളർന്നു വന്നു. ആദ്യം ഓപ്പറേഷൻ ചെയ്തു, അതിൻ്റെ ഇരട്ടിയായിട്ട് നീണ്ടു വളർന്നു വന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടർ നോക്കിയപ്പോൾ അസ്ഥിയുടെ വളർച്ച എവിടെ നിന്നാണ് തുടങ്ങിയിരുന്നത്? വാരിയലിൻ്റെ മേളിൽ നിന്ന് കാലോട്ട് ഇങ്ങനെ അസ്ഥി വളർന്നു വരുമായിരുന്നു. സെർവിക്കൽ റിബ്, അവിടുന്ന് അസ്ഥി വളരുക. അതായത് ഇപ്പം പറയുന്നത് സെർവിക്കൽ റിബ്, അവിടെ നിന്ന് ഒരു എക്സ്ട്രാ ഒരു അസ്ഥി വളർന്നു വരിക. ഇതാണ് ഈ കുട്ടിയുടെ രോഗം. അപ്പോൾ 2 തവണ ഓപ്പറേഷൻ ചെയ്ത് വളർന്നു വന്ന് അസ്ഥി കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത മാസം ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റ് തന്നിരിക്കുകയാണ്. 3ാം പ്രാവശ്യം വളർന്നു. ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റ് തന്നിരിക്കുകയാണ്. ഏതാശുപത്രിയിലാണ് ഡേറ്റ്? മെഡിക്കൽ കോളേജിലാണ് പറഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ 3ാം പ്രാവശ്യവും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോഴാണ് ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞ് ധ്യാനത്തിന് പോന്നു. അപ്പം തീരുമാനിച്ചു ഒരു ധ്യാനം കൂടാൻ തീരുമാനിച്ചു. ധ്യാനം കൂടി കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യുന്നുള്ളതാണ് തീരുമാനമെടുത്തു. ഇനി ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞ്? ഇന്നലെ സംഭവിച്ചത് ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കൈകൊണ്ട് തട്ടിക്കഴിഞ്ഞപ്പോൾ ആ അസ്ഥി കാണുന്നില്ല. തള്ളി നിന്നിരുന്ന അസ്ഥി കുഴിഞ്ഞ്, ആ ഭാഗം കുഴിഞ്ഞ് തന്നെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു അസ്ഥി ഇല്ല ആ കുഞ്ഞിന്. ഞാനിങ്ങനെ തൊട്ടു നോക്കിയപ്പോൾ അവിടെ അസ്ഥി ഉണ്ട്. ഇവരെന്നെ കാണിച്ചു വന്നു. പിന്നെ അസ്ഥി കാണാനില്ല. അവിടെ കുഴിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്, സാധാരണ പോലെ തന്നെ ഇരിക്കുന്നു. എടുത്തു മാറ്റി. എന്നാലും ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഇപ്പം അസ്ഥി പോയി എന്ന് പറയുന്നത് എങ്ങോട്ട് പോയി? അതൊരു ചോദ്യചിഹ്നമാണ്. ഈ അസ്ഥി എവിടെ പോയി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം തോളിൻ്റെ ഇവിടെ ഒരു അസ്ഥി ഉണ്ട്, പ്രാർത്ഥിച്ചു, അസ്ഥി ഇല്ല, അതെവിടെ പോയി? ഹല്ലേലൂയ. ഇതാണ് മിറക്കിൾ എന്ന് പറയുന്നത്, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. ഇവിടെ ഒന്നുകൂടെ ഞെക്കി നോക്കി, വേദന വല്ലതും ഉണ്ടോ? അസ്ഥിയില്ല. സിസ്റ്റർ ഇങ്ങ് വരാമോ? ഈ ഓപ്പറേഷൻ ചെയ്ത് 3 കൊല്ലമായിട്ട് എന്നെ കൊണ്ട് അവൾ ഇന്ന് വരെ ഇവിടെ തൊടിയിച്ചിട്ടില്ല. എന്താണ് വേദന? ഇങ്ങനെ തൊടുമ്പോഴേ പറയും വേദന, തൊടണ്ട. ഞാൻ ഇന്ന് വരെ അങ്ങോട്ട് തൊടട്ടെ, ചുമ്മാ തൂക്കത്തേ ഉള്ളായിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ പിടിച്ച ശരിക്കും അങ്ങ് ഞെക്കി. വേദനയില്ല. ഞെക്കി കഴിഞ്ഞപ്പം വേദന ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഈശോര് ഒത്തിരി സൗഖ്യം തന്നെ. എൻ്റെ കുഞ്ഞിന് ഞരമ്പിനും ബ്ലോക്കാന്ന് പറഞ്ഞു. ഞരമ്പ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം പോലെ ഇരിക്കും. കൊച്ചിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുകയെന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഒരു വിഷമത്തില്ല, ഞാൻ ധ്യാനം കൂടിയിട്ടേ ഇനി ഓപ്പറേഷത്തിന് പോകുന്ന ഒറ്റ തീരുമാനം എടുത്ത വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ വന്നാലും ഞാൻ ആശുപത്രിയിൽ പോകുന്നുള്ള തീരുമാനത്തിൽ ചേട്ടായെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. സിസ്റ്റർ, ഈ കൊച്ചിൻ്റെ ഇവിടെ ഒന്ന് പിടിച്ചു നോക്കിയേ. ഈ കുഴിയിൽ അവിടെ അസ്ഥി ഉണ്ടെന്ന് നോക്കി. അവിടെ ഓപ്പറേഷൻ ചെയ്ത് പാട് കാണാമോ? ഈ പാട് കാണാമോ? കാണാം. അവിടെ അസ്ഥി ഉണ്ടോ? താഴെ ഭാഗത്ത് ഇവിടെ ഈ താഴെ അസ്ഥിയില്ല. ഉറപ്പാണല്ലോ? അമ്മയ്ക്കൊന്ന് കൈ കൊടുത്തേ. സിസ്റ്റർ ഒന്ന് പറഞ്ഞു. അസ്ഥിയില്ല, കാരണം കുഴിഞ്ഞ് തന്നെ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ തൊടുന്ന പോലെ തന്നെ കുഴിഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ്റെ ഭാഗം ഞാൻ കണ്ടു, അവിടെ ഇങ്ങനെ കുഴിഞ്ഞ് തന്നെ ഇരിക്കുന്നത്, അസ്ഥിയൊന്നുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് വിസ്മയവഹമാണ്, പക്ഷേ കർത്താവിൻ്റെയൊക്കെ നിസ്സാരമാണ്. കർത്താവിന് മഹത്വം. കരമടിച്ചു നന്ദി പറയാം. മോളെ സന്തോഷമായോ? സന്തോഷമായി. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് പ്രാർത്ഥിക്കുമോ? കൊന്തയൊക്കെ ചെല്ലുവോ? എത്രണ്ണം ചെല്ലും? ചെല്ലുമല്ലേ? നന്നായിട്ട് കൊന്തയൊക്കെ ചെല്ലും. പ്രാർത്ഥിക്കണം, നല്ല മിടുക്കിയായിട്ട് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ
സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ.